ഹായ് എവരി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊറിയൻ റാമൻ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഇതൊരു നൈറ്റ് ഫുഡായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മളിങ്ങനെ കുനുകുനിയെ അരിഞ്ഞ് ഓയിലിലേക്ക് ഇങ്ങനെ വാട്ടിയെടുക്കണം. ഞാൻ ക്യാരറ്റും പിന്നെന്താ നമ്മൾ ബീൻസുമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇതേപോലെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് നന്നായി വഴറ്റിയെടുക്കണം. അതങ്ങനെ റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റിയെടുക്കാം. എല്ല് മാറ്റി മീറ്റ് മാത്രം എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ വേവിച്ച് വെച്ച് ഈ പച്ചക്കറിയിലേക്ക് അതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചെറുങ്ങനെ വെള്ളം വറ്റി വരുന്നവരെ നമുക്കൊന്ന് സിം കുറച്ച് വെച്ചുകൊണ്ട് കുക്കറിൽ പാത്രത്തിൽ എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചെറുങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ ഇതിലേക്ക് വേണ്ട മസാല നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ച കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നമ്മുടെ നൂഡിൽസ് അതിലേക്ക് ചേർത്ത് വേവിച്ചെടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇതിൽ എക്സ്ട്രാ മസാലകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ ഈ റാമൻ ഉണ്ടാക്കുന്നത്. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് നോക്കാം. ഇതിപ്പോൾ അതിൽ വന്നൊരു പൗഡറാണ്, ഇത് ചീസ് പൗഡറാണ്. അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലുള്ള മസാലക്കൂട്ടുകളും ഓയിലും ഒക്കെ ഉണ്ട്, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക, നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഈ റാമൻ ഇവിടെ ഇങ്ങനെ റെഡിയാകും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, പ്ലേറ്റ് എടുക്കുക, സെർവ് ചെയ്യുക, ചൂടോടുകൂടി കഴിക്കുക. അങ്ങനെ നമ്മൾ നൂഡിൽസ് ഇട്ട് റെഡിയായി. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.